എൻ്റെ ഒരു സ്റ്റഡി റുട്ടീൻ കണ്ടാലോ? ഞാൻ കൂടുതലും 7 മണിയൊക്കെ ആവും കേട്ടോ എന്നും പഠിക്കാൻ കയറുമ്പോൾ. വൈകിട്ടത്തെ പ്രെയറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും 7 മണി തന്നെയാവും. ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യം ചെയ്യുന്നത് ഒരു ടൈമിങ് വെക്കുകയാണ്. ടൈമിങ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന സമയത്ത് ഇത്രയും പഠിക്കാം, അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത് ആദ്യം തന്നെ. അവസാനമാണ് പിന്നെ ഹോം വർക്കൊക്കെ ഉള്ളതൊക്കെ ചെയ്യുള്ളൂ. ആദ്യം തന്നെ പഠിച്ചു വെക്കും, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ മടി കൂടിയാൽ പിന്നെ ഞാൻ ഹോംവർക്ക് പോലും ചെയ്യാൻ എനിക്ക് പറ്റില്ലാണ്ടാവും. അതുകൊണ്ട് ഹോംവർക്കൊക്കെ ലാസ്റ്റാണ്. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ അത് ഞാൻ ഡെയിലി വയ്ക്കും. അത് ഇപ്പോൾ ഈ ഒരു വർഷമായിട്ട് ആ ഒരു ഇതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ മാർക്ക് ചെയ്തിടും, എന്നിട്ട് അത് പഠിച്ചുകൊണ്ടിരിക്കും. അത് കുറച്ച് പഠിച്ച് കഴിയുമ്പോൾ പിന്നെ അത് ഹൈലൈറ്റ് ചെയ്തിടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ആ സൈഡിലിരിക്കുന്ന ഫെവിക്കോൾ അത് വെറുതെ എടുത്ത് വെച്ചാട്ടോ, ഒരു തംബ്നെയിൽ എടുക്കാൻ വേണ്ടി ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചാണേ. ഞാൻ ഇടയ്ക്ക് പഠനത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് പഠിക്കാൻ പറ്റൂലാണ്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കുമ്പോൾ കൂടെ ഹോംവർക്കും ചെയ്യും കേട്ടോ. ഒരു ഇന്ത്യൻ ഭൂപടം വരച്ചതാണ് ഈ കാണുന്നത്. എൻ്റെ അവസ്ഥ എനിക്ക് തന്നെ അറിയുള്ളൂ, കാരണം മൊത്തം കൊളായി അങ്ങ് പോയി. പണ്ടേ മുതൽ ഡ്രോയിങ്ങിൽ ഞാൻ മിടുക്കിയായിരുന്നു, പിന്നെ അത് കൊളാവാനാ ചാൻസ് ഉള്ളൂ. ഓരോ സമയത്തും വീഡിയോ എടുക്കുന്തോറും ഓരോ സാധനങ്ങൾ കൂടുകയെന്നല്ലേ, അതെന്താണെന്നറിയോ? അത് ഞാൻ ഓരോ സമയത്തും തംബ്നെയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ്. പിന്നെ എല്ലാ വർഷവും ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റ് ടൈമിലാണ് നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് ഇനി ഇന്നത് ഫസ്റ്റ് ടൈമിൽ പോലെ കംപ്ലീറ്റ് ആക്കാൻ കിടക്കുവാണ്. എല്ലാ സബ്ജക്ട്സും ഒന്നും പഠിക്കണ കാണിച്ചല്ല കേട്ടോ. ഞാൻ കുറച്ചൊക്കെ എക്സ്ട്രാ വീഡിയോ എടുക്കാണ്ടാണ് പഠിച്ചത്. പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ടൈം ടേബിൾ റെഡിയാക്കി വെക്കുന്നതാണ്. പക്ഷേ ഞാൻ എന്നും ആ ദിവസം തന്നെ ആണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.